IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരവുമായി ബന്ധപ്പെട്ട് ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നലത്തെ മത്സരമാവട്ടെ ലക്നൗ സൂപ്പർ ജയൻസ് പരാജയപ്പെടുകയായിരുന്നു. വളരെ മികച്ച വിജയം ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി. എന്നാൽ ഋഷഭ് പന്തിനാവട്ടെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും ഇന്നലെ നടന്ന മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം 27 കോടി രൂപക്ക് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിൽ എത്തിച്ച താരമാണ് ഡൽഹി ഋഷഭ് പന്ത്. താരത്തിനാവട്ടെ ബാറ്റിംഗ് റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ട്, അതുപോലെ താരത്തിന്റെ ഭാഗത്തു നിന്നും ക്യാപ്റ്റൻസിയിലും ഒരുപാട് പേവുകൾ ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. താരമാവട്ടെ ഒരു അനായാസ സ്റ്റംപിംഗ് ചാൻസ് നഷ്ടപ്പെടുത്തുന്നതും ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. നമുക്കറിയാം ഇന്നലെ മത്സര ശേഷം സഞ്ജയ് ഗോയങ്ക അതിനെ തുടർന്ന് അദ്ദേഹവുമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇതിനു മുമ്പ് KL രാഹുൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇനി വരുന്ന മത്സരങ്ങളിലും ഇതുപോലെ ബാറ്റിങ്ങിലും അതുപോലെ കീപ്പിങ്ങിലും ക്യാപ്റ്റൻസിയിലൊക്കെ മോശം പ്രകടനം കാഴ്ചവെച്ച് ചിലപ്പം ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസി തന്നെ എടുത്ത് പുറത്തിടാൻ സാധ്യതയുണ്ട്. കാരണം ലക്നൌവിന്റെ ഓണർ സഞ്ജയ് ഗോയങ്കയാണ്. അദ്ദേഹത്തിന്റെ റിസൾട്ട് മസ്റ്റാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. നാളെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ രണ്ടാമത്തെ മത്സരം. കൊൽക്കത്തക്കെതിരെയാണ് മത്സരം. ആ മത്സരം ഗുവാഹട്ടിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ ആ മത്സരത്തിലും സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആയിട്ട് ഉണ്ടാവില്ല. അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കുക. എന്നാൽ അത് മാത്രമല്ല, അടുത്ത മൂന്നാമത്തെ മത്സരത്തിലും സഞ്ജു ഉണ്ടായേക്കില്ല. ഇനി NCAന്റെ ക്ലിയറൻസിന് വേണ്ടി കീപ്പിങ്ങിനും ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിയാൽ മാത്രമായിരിക്കും സഞ്ജു സാംസന് ക്യാപ്റ്റൻസിയിലേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്നുള്ളത് അറിയാൻ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.